ഒട്ടും കയ്പില്ലാത്ത, ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിലും കേടാവാത്ത, ഇട്ട ഉടനെ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് അതിന് വേണ്ടിയിട്ട് കടായിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവറോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉലുവയും കടുകും ഇട്ട് പൊട്ടി വരുമ്പോഴേക്ക് കുറച്ചധികം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു 1/4 ഗ്ലാസോളം വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നാരങ്ങ ഇഡലിത്തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുത്ത് ഒരു 4 മണിക്കൂറോളം ഉപ്പ് തേച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒട്ടും കയ്പില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒട്ടും കയ്പില്ലാതെ കഴിച്ചു തുടങ്ങാൻ പറ്റും. പിന്നെ നാരങ്ങ ഉപ്പ് തേച്ച് വെക്കുമ്പോൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചാലേ ഉള്ളൂ ഒട്ടും കയ്പില്ലാതെ ഇരിക്കുകയുള്ളൂ.